ഭീമ സിനിമയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണ്. ഞാൻ ഇത്രയും നാളെന്നെ കാണാതിരുന്നത് ഈ സിനിമയിലുള്ള ഭയങ്കര തിരക്ക് കൊണ്ടും പിന്നെ നിന്ന് തിരിയാൻ പറ്റാത്ത ഒരു വർക്കിൻ്റെയൊക്കെ ഇതാണെന്ന് നിങ്ങൾ വിചാരിച്ച തെറ്റ്. ഇപ്പോൾ ഒരു വർക്കൊന്നുമില്ല. പക്ഷെ ഇവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എപ്പോഴെപ്പോഴും വരണ്ട, വില പോകത്രേ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാൻ തീരുമാനിച്ചത്. അല്ലേ ഋതിക? അയ്യോ, എന്ത് പണിയാ സലീമേ. ഞാൻ സലീമിനോട് അതൊരു ഉപദേശം പോലെ പറഞ്ഞതല്ലേ എപ്പോഴെപ്പോഴും വരണ്ട. അത് വന്ന് ഇവിടെ പബ്ലിക്കിനോട് പറയേണ്ട കാര്യം ഉണ്ടായില്ല. മോശമായി പോയത്. അപ്പൊ ഞാൻ ഒന്നോട് പോയിട്ട് വേണ്ട, സാരമില്ല, വന്നു പോയി. എന്താ അതെ, എന്റെ മനസ്സിലൊരു ചെയറില്ല. ചേറാ മനസ്സിൽ ചെയർ എന്തിനാ, ഒരാൾ വന്ന് ഇരിക്കുമല്ലോ. അപ്പൊ എന്റെ മനസ്സിലൊന്നും ഇരിക്കൂല, അപ്പൊ തന്നെ പുറത്തേക്ക് പോകും. അതാണ്, വേറെ ഒന്നും ധരിക്കരുത്. ഞാനത് അപ്പോ സലീമും കലാഭവനിൽ നിന്നല്ലേ വന്നത്? അതെ, കലാഭവനിൽ ആരാ കൊണ്ടുവന്നത് സലീമിനെ? കലാഭവനിൽ KS പ്രസാദ്. കലാഭവൻ എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥാപനമല്ലേ? എത്ര പേരാണ്? അങ്ങനെ പുറകെ വന്നവരൊക്കെ എല്ലാവരും രക്ഷപ്പെട്ടു. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിലായിട്ട് രക്ഷപ്പെട്ട ഒരു ഐശ്വര്യമുള്ള ഒരു സ്ഥാപനമാണ് കലാഭവനിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 2 വർഷം ഉണ്ടായിരുന്നു. 2 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അബിയുടെ ട്രൂപ്പ്, അങ്ങനെ കുറെ ട്രൂപ്പിലൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ സ്വന്തമായിട്ടൊരു ട്രൂപ്പ് തുടങ്ങി. അതും കലാഭവൻ തന്നെയാണ്? അല്ല, അങ്ങനെ ഇടാൻ പറ്റില്ല. കലാഭവൻ ഇടാൻ പറ്റില്ല. എന്തായിരുന്നു ട്രൂപ്പിന്റെ? കൊച്ചി സ്റ്റാലിയൻസ് എന്നായിരുന്നു ട്രൂപ്പിന്റെ പേര്. സ്റ്റാലിയൻസ്. അതെ. അപ്പൊ നമ്മൾ മിമിക്രി വന്നതിന്റെ പേരിൽ നമുക്ക് ആ കലാകാരന്മാരുള്ള ബന്ധം മുറിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് സിനിമയിൽ വന്നതിന് ശേഷമാണ് തുടങ്ങി. ആ സിനിമയിൽ വന്നതിന് ശേഷമാണ് നമ്മള് ചെയ്തു വന്നൊരു പ്രവൃത്തി ഇങ്ങനെ അല്ലാതെ അവിടെ ഔട്ടായാൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ടല്ല. അതും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ന് ട്രൂപ്പ് ഓടിങ്ങി അന്നോടിങ്ങി തിരക്കോട് തിരക്കാണ്. ദൈവത്തിന് മനസ്സിലായി, ഇവന് അങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടി കുഴപ്പക്കാരനാണെന്ന് ദൈവത്തിന് മനസ്സിലായിട്ടുണ്ട്. സ്റ്റാലിയൻസിൽ ആദ്യത്തെ വർഷം അങ്ങനെ ഫേമസ് ആയ ആരും ഉണ്ടായില്ല. പുതുമുഖങ്ങള്, കംപ്ലീറ്റ് പുതുമുഖങ്ങള്. ഞാൻ സെലക്ട് ചെയ്തു ഇങ്ങനെ പത്രത്തിലൂടെ പരസ്യം കൊടുത്ത് പുതുമുഖങ്ങൾ ആവശ്യമുള്ളവർ വന്നു. നല്ല ആവശ്യമുള്ളവരെന്ന് വെച്ചാല് പറവൂർത്ത ഞാൻ ഹോട്ടലില് നിറയെ മ്യൂക്രിക്കാരായിരുന്നു. പ്രളയമല്ലോ, സുനാമി ആയിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ചുപേരൊക്കെ സെലക്ട് ചെയ്തു. അപ്പൊ ഓരോരുത്തരും ഞാൻ ഇന്റർവ്യൂവിന് ഇങ്ങനെ വിളിക്കുമ്പോൾ സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കൂടുതൽ പിന്നെ കോമഡി ചെയ്യുന്ന ആളുകളും. അപ്പൊ ഈ സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുമ്പോ ഈ വന്നതൊരു 100 പേരുണ്ടെങ്കിൽ 90 പേരും തൊണ്ടക്ക് നല്ല സുഖമില്ല. അതെന്താ നിനക്ക് എല്ലാവർക്കും തൊണ്ടൊക്കെ സുഖം. ഒരു 10-25 പേരെ ഞാൻ പറഞ്ഞു, ഞാനിത് ഇന്റർവ്യൂ ആയിരിക്കാണ്, ഞാനൊരു ENT സ്പെഷ്യലിസ്റ്റ് അല്ല, വന്നവർക്ക് തൊണ്ടൊക്കെ സുഖമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് തൊണ്ടൊക്കെ അസുഖമില്ലാത്തൊരുത്തം വന്നു. അവൻ ഈ കകാരം എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഒക്കെ എടുത്ത് ഒരു മെലിഞ്ഞിട്ട് വണ്ണം കുറഞ്ഞിട്ട് സ്മെല്ലിച്ചിട്ട് ഒരുത്തൻ വന്നു. അപ്പൊ അവന്റെ കൂട്ടുകാരനാണ് മണിക്കുട്ടൻ എന്ന് പറഞ്ഞു. മണിക്കുട്ടനോട് എങ്ങനെ വെച്ചാൽ മണിക്കുട്ടൻ പറഞ്ഞ് ഉക്കനായിട്ടെന്ന് പറഞ്ഞു. നിധിയാണ്. അതെ, ഈ മന്നയാണ് ഇവൻ. ഇവനെ എടുത്തു. അപ്പൊ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇവൻ മണിക്കുട്ടനാണ് ഇവിടെ വരാൻ സാധ്യതയുള്ളതെന്നൊക്കെ ഇവൻ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് മണിക്കുട്ടനെ സ്വാധീനിച്ച് എന്തൊക്കെയായിരിക്കാം വരാവുന്നതെന്ന് ഈ മണിക്കുട്ടനെ ചോദിച്ചിട്ട് ആണ് ഇവിടെ വന്ന് കേറിയത്. അങ്ങനെ തന്നെ പറ്റിച്ചിട്ട് ആണ് ഒരുത്തൻ ആദ്യമായിട്ട് ഈ ട്രൂപ്പില് കയറി വരുന്ന ഒരാള്. അത് ശരി. നമസ്കാരം. ഒരു പരാതിയുണ്ട്. പരാതിയോ? എന്താ? നമ്മുടെ ഈ നമസ്കാരം സഞ്ജന, ഈ നമ്മുടെ അസോസിയേഷൻ തുടങ്ങിയേക്കുന്നത് തന്നെ ഈ മിമിക്രിക്കാരുടെ ഒരു ഉന്നമനത്തിനും അവരുടെ ഒരു നന്മയ്ക്കും അവരുടെ വളർച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പലർക്കും ഒരു കഷ്ടപ്പാടുള്ള ഭൂതകാലമുണ്ട്. ഒരുപാട് പേര് പണ്ട് വളരെ കഷ്ടപ്പെട്ട്, സരിചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് പേര് കഷ്ടപ്പെട്ട ആൾക്കാർ വന്നതാണ്. പക്ഷെ ചിലർ ഇന്ന് നല്ല നിലയിലായി, ഇന്ന് വളരെ നല്ല രീതിയിൽ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ വളരെ പ്രശസ്തനായി ജനങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഒരു കലാകാരന്റെ പറ്റിയാണ് സലിഞ്ചേട്ടൻ. എല്ലാം ഉണ്ട്, എല്ലായിടത്തും ഉള്ളൊരു നല്ല ഉഗ്രം കലാകാരൻ. ആ കലാകാരൻ പറ്റിച്ച കഥ ഇപ്പൊ സലിഞ്ചേട്ടൻ പല ചാനലുകളിലും പല ഇന്റർവ്യൂകളിലും അയാളെ തേജോവധം ചെയ്യാൻ ഒരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് വെച്ച് ഉറപ്പിക്കാവുന്നതല്ല. ഇതിന് സലിഞ്ചേട്ടനെതിരെ അസോസിയേഷൻ ഒരു നടപടി എടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ വന്നേക്കുന്നത്. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സത്യം പറയണ തേജോവധം പറയാ, അല്ല അത് ശരിയല്ല. അതിന് അദ്ദേഹം ഒന്ന് പറയട്ടെ. ആ കലാകാരൻ ഒന്നുകിൽ എന്റെ ഫോൺ നമ്പർ അറിയാമെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുക, എന്നിട്ട് എന്നോട് പറയാം. അദ്ദേഹം തന്നെ ഞാനാണ് ആ കലാകാരൻ, അതുകൊണ്ട് അത് എഴുതിക്കൊണ്ട് തന്നേക്കുന്നത്.
ശരിക്കും എനിക്ക് മനസ്സിലായില്ലട്ടോ, ഒന്ന് കൊഴുത്തു പോയി. സലിം ചേട്ടാ, ദേ, പൊതുസ്ഥലത്ത് വെച്ച് കാര്യം കൊല്ലരുത്. ഒരു 100ാമത്തെ ഇതായിരുന്നു പിഷാരടിയായിരുന്നു അത്. നീയായിരുന്നു 100ാമത്തെ സ്ഥലത്തായി അന്ന് മനസ്സിലാകാതിരുന്ന പിഷാരടി പെട്ടെന്ന് നന്നായി പോയി. തടിച്ചു. അന്ന് ഈ രൂപമൊന്നുമല്ല. ഭക്ഷണവും കാരണവണ്ണം കഴിച്ചു. ഭക്ഷണം അന്ന് തന്നെ നല്ല ഭക്ഷണം കഴിക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ അന്ന് ശുദ്ധ വെജിറ്റേറിയനാണ്. അല്ല, അശുദ്ധ വെജിറ്റേറിയൻ ആരും കഴിക്കും? എല്ലാവരും ശുദ്ധ വെജിറ്റേറിയൻ കഴിക്കുള്ളൂ. പക്ഷെ തിന്നതിന് ഒരു ചേട്ടൻ കണക്ക് പറയായിരുന്നു അന്ന് കാലത്ത് വഴക്കിടുമ്പോ. കാരണം ഞങ്ങളുടെ ട്രൂപ്പിന്റെ മാത്രം റിഹേഴ്സൽ സലിം ചേട്ടൻ തുടങ്ങിയ ഷാലിയൻസ് എന്ന് പറഞ്ഞ ട്രൂപ്പിന്റെ മാനേജർ ആയിരുന്നു ഞാൻ. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ട്രൂപ്പിന്റെ മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. മാനേജർ എന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടുകാർ ഓർത്തു ഇവൻ എന്തോ അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഒക്കെ മാനേജർ എന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്റ്. ഈ മാനേജർ എങ്ങനെ അറിയോ? ഒന്ന് മുതലാളിയുടെ തെറിയേക്കണം, കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ മുഴുവൻ എന്നെക്കാ സീനിയർ ആണ്, അവരുടെ തെറിയേക്കണം, കമ്മിറ്റിക്കാരുടെ തെറിയേക്കണം, പ്രേക്ഷകരുടെ തെറിയേക്കണം. ഇങ്ങനെ 4 ഭാഗത്തു നിന്ന് തെറിയേക്കുന്ന ഒരേ ഒരു മാനേജർ ഞാനായിരുന്നു. അല്ല, ഇതെല്ലാം ഒരാളുടെ കുഴപ്പം കൊണ്ടായിരുന്നു, ഇവന്റെ കുഴപ്പം കൊണ്ട് തന്നെ. അതാണ്, അല്ലാതെ ഓഡിയൻസ് ചുമ്മാ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഏതെങ്കിലും സ്കിറ്റൊക്കെ ചീത്തയാക്കി സലിം ചേട്ടൻ വന്നിട്ട് നിനക്ക് ഞാൻ എത്ര ചോറ് മേടിച്ചു തന്നടാ, നീ എന്റെ ചോറുണ്ടിട്ട് നീ ഇതുപോലത്തെ കോമഡി കാണിച്ചതെന്ന് പറയായിരുന്നു. ഒരു മാസമൊക്കെയാണ് ഏതെങ്കിലും മ്യൂസിക് ട്രൂപ്പ് ഒരു മാസം റിഹേഴ്സൽ നടത്തുമോ? അതെ, നമുക്കൊന്നും ക്യാമ്പൊന്നുമില്ല, വെറുതെ ബാക്കിൽ നിന്ന് പറഞ്ഞു നോക്കി, അല്ലെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ. ഇത് ഒരു മാസം കെടുന്ന് ഭക്ഷണം. പിന്നെ ആർക്കായാലും സങ്കടം വരില്ല, സ്വന്തം മക്കളായ സങ്കടം വരും. സലിഞ്ചേട്ടന്റെ ട്രൂപ്പിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ സലിഞ്ചേട്ടന്റെ വീട് തന്നെയായിരുന്നു. ഞങ്ങളുടെ കൊച്ചിൻ സ്റ്റാലിയൻസ് പറഞ്ഞ ട്രൂപ്പിൽ സലിഞ്ചേട്ടൻ അവിടെ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളും മൃഗങ്ങളുമാണ് ഏറ്റവും സ്വദേശം നടക്കുന്ന സാധനങ്ങൾ. ഒരു 10 തരം കോഴി, 10 തരം പട്ടി, 10-20 തരം പശുക്കൾ, ഇതെല്ലാം സലിഞ്ചേട്ടന്റെ വീട്ടിലുണ്ട്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് രാവിലെ മുട്ടയിടും, കോഴി വന്ന് മുട്ടയിടും, കിടക്കുന്നിടത്ത്. അത്രയും ഒരു സ്വാതന്ത്ര്യമുള്ള ട്രൂപ്പായിരുന്നു. പല മുട്ടയും കിട്ടാറില്ല, പച്ചമുട്ട. പക്ഷെ എനിക്ക് മാനേജർ ആയതുകൊണ്ടായിരുന്ന ഒരേ ഒരു ഗുണം എന്ന് പറയുന്നത് വല്ലപ്പോഴും ഒക്കെ ഈ ഞങ്ങളൊരു 10 പരിപാടി ഞങ്ങളെ സാധാരണ ആർട്ടിസ്റ്റുകൾ കഴിച്ചാൽ ഒരു കളിയിൽ സലിഞ്ചേട്ടനുള്ള പ്രോഗ്രാം ഉണ്ടാവും. സലിഞ്ചേട്ടനുള്ളത് വലിയ പ്രോഗ്രാം ആയിരിക്കും. അപ്പം സലിഞ്ചേട്ടൻ ലൊക്കേഷൻ പോയൊക്കെ കൂട്ടിക്കൊണ്ടൊക്കെ വേണം സലിഞ്ചേട്ടൻ കൊണ്ട് പരിപാടിക്ക് പോകാൻ. അപ്പം ഞങ്ങൾ പോകുമ്പോൾ ചില പരിപാടി കഴിയുമ്പോൾ മാത്രം എനിക്ക് സലിഞ്ചേട്ടന്റെ കൂട്ടത്തിൽ കാറിൽ വരാനുള്ള ഒരവസരം. ട്രൂപ്പ് മാനേജർ ഇതിലാണല്ലോ പോകുന്നത്. സലിഞ്ചേട്ടന്റെ കൂട്ടത്തിൽ കാറി വരും. ഒരു ദിവസം എന്നെ കാറിൽ വിളിച്ച് സലിഞ്ചേട്ടന്റെ കൂട്ടത്തിൽ കാർ ഇരുത്തി കഴിയുമ്പോൾ ഒരു ഡ്രൈവർ പയ്യൻ വന്നു, പുതിയ പയ്യനാ. ഇവനാണെങ്കിൽ സലിഞ്ചേട്ടനോടൊന്നും മിണ്ടൂല, ആരോടും മിണ്ടൂല, ഭയങ്കര കർത്തവ്യബോധത്തോടുകൂടി വണ്ടി ഓടിക്കൽ മാത്രം. ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ സലിഞ്ചേട്ടൻ കുറച്ചും ഇവനോട് പറയും, അതാ വണ്ടി ഒന്ന് നിർത്തും, മൂത്രമൊഴിക്കണം. ശരിയേട്ടാ. പിന്നെയും വണ്ടി കുറെ ദൂരം പോകും. 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും സലിഞ്ചേട്ടൻ, അതാ വണ്ടി ഒന്ന് നിർത്തും, എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. പിന്നെ ഇവൻ കുറെ നിർത്തൂല. കുറച്ച് കഴിയുമ്പോൾ സലിഞ്ചേട്ടൻ, എടാ ആൾക്കാരും വീടൊന്നും ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളായടാ, നീ എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തും, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. ശരിയേട്ടാ. പിന്നെയും വണ്ടി ഓടിച്ചു. അങ്ങനെ 1 മണിക്കൂർ ആയി. സലിഞ്ചേട്ടൻ ഫോൺ എടുത്ത് ആരെയും വിളിച്ചിട്ട് അവന്, എടാ നിനക്കൊരു ഫോൺ. ഉടനെ അവൻ, ആരേട്ടാ? എറണാകുളത്തെ കമ്മീഷണറാണ്, പുള്ളി പറഞ്ഞാലെങ്കിലും നീ ഒന്ന് വണ്ടി നിർത്തും, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. ഈ ടീം മാനേജറൊക്കെ കറക്റ്റ് സമയത്തിനൊക്കെ വരുമായിരുന്നോ? ടീം മാനേജർ കറക്റ്റ് സമയത്തിന് വരാറില്ല. വല്ലപ്പോഴും. ഓഫീസ് വേറെ സ്ഥലത്താണ്. ആദ്യം ഓഫീസ് എന്റെ വീട്ടിലെ, പിന്നീട് ഓഫീസ് വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ ഓഫീസിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിഷാരടി വന്നിരിക്കും. ഇല്ല, അവനല്ലേ ഏറ്റവും ആദ്യം വരുന്നത് ഇവിടെ. ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ എത്തി, അവൻ മാത്രം എത്തിയിട്ടില്ല. അപ്പൊ അതേന്ന് അവൻ മാത്രം എത്തിയില്ല. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോ ഇവൻ ബുദ്ധിമാനാണല്ലോ, ഇവൻ വരണ്ടോ എന്റെ 2 മക്കളെയും 2 കൈ പിടിച്ചിട്ട് വരും. വീട്ടിൽ പോയി എടുത്തിട്ടോ ആഴ്ചകളും വെറുതെ ഞങ്ങളില്ല പാടാ എടുത്തിട്ട് വന്നറിയുമോ എന്റെ തെറിയൊക്കെ ഞാൻ എങ്ങനെ തെറി പറയാണ്? മക്കളല്ലേ എന്റെ മക്കളെ 2 താങ്ങി പിടിച്ചു വരികയാണ്. അടായിട്ടിങ്ങനെ നിർത്തിയിട്ട് വണ്ടി കയറി പോകും. സ്ഥിരം പരിപാടി. വൈകി വരുന്നതിനകത്ത് ചരിത്രം എടുത്ത് രജീഷ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. സ്ഥിരം വൈകും. ഇവന് ഒന്നാമത്തെ കാര്യം, ഇവന് കേരളത്തിന്റെ മാപ്പ് അറിയാൻ പാടില്ല. ഇവനിപ്പോ കോട്ടയത്തെങ്ങാണ്ട് ഇവന്റെ വീട്. അപ്പൊ അതിന്റെ ഇവന്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്തൊരു പള്ളി കളി ഉണ്ടായിരുന്നപ്പം ഇവന് പള്ളിയുടെ വരെ അറിയാൻ പാടില്ല. അവിടുന്ന് കോട്ടയത്ത് നിന്ന് പറവൂര് വന്നിട്ട് ട്രൂപ്പിന്റെ വണ്ടി കയറിയിട്ട് ഇവന്റെ വീടിന് മുന്നിൽ കൂടെ ആ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ പരിപാടി കളിച്ചിട്ടുണ്ട്. ഇവൻ ജനലിൽ കൂടെ നോക്കിയിട്ട് ഇതെന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാന്നൊക്കെ പറയാറ്. ഇവന് സ്ഥലങ്ങൾ അറിയാൻ പാടില്ല, എവിടെയോ കളിയുന്നത്. അപ്പൊ നമ്മൾ കുഞ്ഞു സ്ഥലത്തിന്റെ പേര് കാരിക്കോട്, വെള്ളൂർ എന്നൊക്കെ ഇവൻ അറിയത്തില്ല. അങ്ങനെ വന്ന അപ്പൊ ഓണത്തിന്റെ അന്ന് കോഴിക്കോടാണ് പരിപാടി. ഉച്ചയ്ക്ക് 1 മണിക്ക് സലിഞ്ചേട്ടന്റെ വീട്ടിൽ എല്ലാവർക്കും സദ്യ ഉണ്ട് കഴിഞ്ഞിട്ട് നേരെ കോഴിക്കോട് പരിപാടിക്ക് പോകണം. സലിഞ്ചേട്ടന്റെ വീട്ടിൽ ഊണേ ഉള്ളൂ. ഞങ്ങള് ആ പരിപാടിക്ക് സലിഞ്ചേട്ടനില്ല. വീട്ടിൽ സലിഞ്ചേട്ടനുണ്ട്, ഓണമല്ലേ, വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഞങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഈ രജിസ്റ്ററും കാത്ത് നിൽക്കുക. എത്രയോ നേരമായിട്ട് ഇവൻ വരുന്നില്ല. അങ്ങനെ ഒരു മൊബൈലൊന്നും ഇല്ലല്ലോ. 1-1:30 മണി 2 മണിയായപ്പം 2-2:30 ഇവൻ വരുക. ഈ വൈകി വരുന്നവൻ സാധാരണ അപ്പോഴും ഒരു ധൃതി കാണിക്കുമല്ലോ. ഇവൻ അപ്പോഴും വളരെ ആടി തൂങ്ങി കൂളായിട്ട് വരുക. കേറി ഇങ്ങ് വരില്ല സലിഞ്ചേട്ടൻ, രജിസേ നീ എവിടെ പോയിരിക്കായിരുന്നു? എത്ര നേരമായി ഞങ്ങളെല്ലാരും നിന്നെ കാത്തിരിക്കുന്നു. ഇവൻ
എന്തിനാ കാത്തിരുന്നത്, ഉണ്ണായിരുന്നില്ലേ? ഇവനെ മാനേജറാക്കിയതിൽ പല സീനിയേഴ്സിനും ഇഷ്ടക്കേടുണ്ട്. ഇഷ്ടക്കേടുണ്ട്. പക്ഷെ ഞാൻ ഇവനെ തന്നെയാണ് ആദ്യം കണ്ടുവച്ച് ഇവനെ നമുക്ക് ഇഷ്ടമായതിന്റെ പേരിൽ ഇവൻ തന്നെ മാനേജർന്ന്. അവൻ മതി. പലരും പറഞ്ഞ അവൻ പോരാ, കാര്യപ്രാപ്തി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ അവൻ തന്നെ മതി. അപ്പോൾ ഈ ഓരോരുത്തരോടും തെളിയിക്കാൻ, എൻ്റെ മുമ്പിൽ തെളിയിക്കാനായിട്ട് ഇങ്ങനെ മത്സരമുണ്ട് അതിനകത്ത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്തൊരു പരിപാടി, വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിഷാരടിയാണ് ഫ്രണ്ടിലിരിക്കുന്നത്. മാനേജറുടെ സീറ്റ് അതാണ്, ഫ്രണ്ട് സീറ്റാണ് മാനേജറുടെ. അപ്പോൾ ഈ എഗ്രിമെൻറ്റ് ഫോമൊക്കെ അറിയില്ല, മാനേജറുടെ കയ്യിലായിരിക്കുള്ളൂ. അല്ല, പിഷാരടി ഓരോ വണ്ടി അതെ ഈ ഒരു തിരുവനന്തപുരം കഴിഞ്ഞ ഒരു 5-8 കിലോമീറ്റർ കഴിയുമ്പോൾ ആർച്ച് കാണും. ആൾക്കാരോട് ചോദിക്കും ആരക്കോണം ആർച്ച് കാണും. അപ്പൊ അവര് പോട്ടെ നോട്ട് ആർട്ടിസ്റ്റിലാണ്. ഇവിടുന്ന് തിരുവനന്തപുരത്ത് തന്നെ ഒരു 3-4 മണിക്കൂർ വേണമല്ലോ. അവരൊന്നും അവസ്ഥ എന്നിട്ട് സ്ഥലം ഈ ആർച്ച് കാണാൻ കണ്ടുപിടിക്കുന്നില്ല. ഇങ്ങനെ പോയി ഒരു 10-50 കിലോമീറ്റർ ആയി, കന്യാകുമാരി എത്താറായി എന്ന് തോന്നുന്നു. അല്ലാന്ന് ഇതുണ്ട് ഒരു 15 കിലോമീറ്റർ. അങ്ങനെ നിർത്താൻ പറഞ്ഞു. ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ ഒരു ചൂടായി, നിർത്ത് നീ അത് എഗ്രിമെന്റ് ആണ് പറഞ്ഞു. എഗ്രിമെന്റ് ജന്മം പോയില്ല, എഗ്രിമെന്റ് കൊടുക്കൂല, നീ എഗ്രിമെന്റ് ഇവർ സാധനം വാങ്ങിച്ചു നോക്കിയപ്പോഴാണ് തിരുവനന്തപുരം കഴിഞ്ഞ് 15 കിലോമീറ്റർ കഴിഞ്ഞാൽ അമ്പലത്തിന്റെ ആർച്ച് കാണാം. ഇവൻ വിചാരിച്ച് ആർച്ച് കാണണം, ആർച്ച് കാണും. കാരക്കോണം എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ അത് മാത്രം ഇംഗ്ലീഷ് എഴുതി വെച്ചായിരുന്നു ARCH കാണാം. അപ്പൊ ഞാനത് സ്ഥലപ്പേരാന്ന് ഓർത്ത് ആർച്ച് കാണുന്ന ചോദിച്ചു കുറച്ചു ദൂരം പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു കാലത്തുണ്ടായിരുന്നു മുഴുവൻ തമാശക്കാരായിരുന്നു ഇതേപോലത്തെ. പിഷാരടി മാനേജറാണ് പിഷാരടി, പിന്നെ ഡ്രൈവറിനായിരുന്നു. അവന് ഭയങ്കര തമാശക്കാരൻ. നേരത്തെ പറഞ്ഞത് വണ്ടി നിർത്താതെ പോയത്. അതെ. അപ്പോൾ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ട് കായംകുളത്ത് വെച്ച്. 6 മണിക്ക് ഉറങ്ങിപ്പോയി അവൻ. ഉറങ്ങിപ്പോയിട്ട് വണ്ടി ഇട്ടിച്ചിട്ട് വണ്ടി കറങ്ങി വന്നു. ഈ കറക്കത്തിൽ വന്ന ഒരു ബൈക്കുകാരൻ വന്ന് ഈ ബൈക്കുകാരൻ തെറിച്ചു പോയി. നമുക്കൊന്നും കാര്യമായിട്ട് പരിക്കേറ്റില്ല. ബൈക്കുകാരൻ്റെ ഒരു സൈഡ് അങ്ങോട്ട് പോയി എല്ലാം അങ്ങോട്ട് പോയി. ഇവനെ കയറ്റിക്കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ നേഴ്സുമാര് കംപ്ലീറ്റ് പേര് എൻ്റെ അടുത്ത് കുപ്പിച്ചില്ല. അതെ, അവിടെ ഒരാളും നോക്കല. അപ്പൊ ഞാൻ പറഞ്ഞു അയാളെ പോയി നോക്കി, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇല്ല, അയാൾ ഇനി എറണാകുളത്തേക്ക്, കാരണം ഒരുപാട് ഇതുണ്ട്, പരിക്കുണ്ട്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവരൊക്കെ പോയി. അവസാനം ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. അപ്പൊ ഇവിടെ കരയണെന്നിട്ട് പറഞ്ഞു, ചേട്ടാ എൻ്റെ കല്യാണമാണ് ഈ മാസം എന്ന് പറഞ്ഞിട്ട് കണ്ണീന്ന് ഇങ്ങനെ കരയണങ്ങട്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു മാസം വന്ന് 2 അപകടത്തിൽ പറഞ്ഞ ഒരാളെ ആദ്യമായിട്ട് കാണേ. അല്ല, ഈ സലിം ചേട്ടന് ഈ നേരത്തെ പറഞ്ഞില്ല മനസ്സിലൊന്നും ഇരിക്കൂല എന്ന്. അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് സലിം ചേട്ടൻ അവാർഡ് കിട്ടിയതിന് ശേഷം അഹങ്കാരിയായി, അല്ലെങ്കിൽ പെരുമാറ്റം എങ്ങനെയാന്ന്. പക്ഷെ എനിക്ക് വളരെ പണ്ടോട്ട് അറിയാമെന്ന് വെച്ചിട്ട് മുമ്പും പണ്ടും ഇപ്പോഴും അപ്പോഴും ഒക്കെ സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ലാത്ത ഒരാളാണ് സലിം ചേട്ടൻ എന്ന് പറയുന്നത്. അത് ഏതർത്ഥത്തിലാണ്? അഹങ്കാരിയായിരുന്നു എന്നാണോ? അഹങ്കാരിയല്ല, മനസ്സിലൊന്നും ഇരിക്കൂല, എല്ലാ സാധനം തുറന്നു പറയും. ഇപ്പൊ എന്നെ വഴക്ക് പറഞ്ഞു എന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞാല്, ഒന്ന് വഴക്ക് പറയണമെന്ന് തോന്നിയാൽ പിന്നെ പറഞ്ഞിട്ടല്ലാതെ ആരാണെങ്കിലും അതങ്ങനെ. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂല് സലിം ചേട്ടൻ ഒരു കിടിലൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ, ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ചോദിച്ചു സലിം ചേട്ടനോട്, ഈ സലിം കുമാർ ഇങ്ങനെ മെലിഞ്ഞ് വരുന്നു, എന്താ അസുഖം എന്തെങ്കിലും ഉണ്ടോ? സലിം ചേട്ടൻ പറയാ, ഐശ്വര്യറായി മെലിഞ്ഞാ പറയും ഡയറ്റിംഗ് ആണെന്ന് എല്ലാരും പറയും. സൽമാൻ ഖാനൊക്കെ മെലിയുമ്പോ പറയും ഏത് കഥാപാത്രത്തിന് വേണ്ടിയാണ് മെലിഞ്ഞെന്ന് ചോദിക്കും. ഞാൻ മെലിഞ്ഞപ്പോ മാത്രം ക്യാൻസർ ആണോ, എപ്പോഴാ ചാകുന്നതെന്ന് ചോദിക്കും. ശരിയാണ് അല്ലേ? പക്ഷെ സിനിമാ ലോകത്ത് വേറൊരു ചെറിയ പറഞ്ഞ് കേട്ടുകേൾവി ഉള്ളതാണ്, ഞാൻ മാറിന്ന് പറയട്ടെ. അതായത് ഈ സലിം ചേട്ടൻ അവാർഡ് കിട്ടിയത് ഷെഹ്റുഖ് ഖാനും എന്റെ അവസാന റൗണ്ട് ചേട്ടനോടൊപ്പം ഉണ്ടായിരുന്നത്. ഈ ഞാൻ ഷെഹ്റുഖ് ഖാനെ കണ്ടപ്പോ ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചാൽ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചേട്ടൻ വീട്ടില് ഈ ചെറിയ ഈ കൂടോത്ര സാധനങ്ങളുണ്ടല്ലോ, വലമ്പേരി ശംഖ്, ഈ ഏലസ്, മാന്ത്രിക ഏലസുകൾ, ഇങ്ങനെയുള്ള എന്തൊക്കെയോ സാധനങ്ങൾ തട്ടിക്കൂട്ടിയിട്ടാണ് ഈ അവാർഡ് മേടിച്ചെടുത്തത് എന്നൊരു ആരോപണം ഞാനല്ല മലയാളികൾ പറയുന്നുണ്ട്. മലയാളികൾക്ക് അങ്ങനെ പലതും പറയാം, പക്ഷേ ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. ഈ അരോണ എന്ന് പറഞ്ഞ മീൻ എന്ന് വെച്ചാല് പലരും വിചാരിച്ചിരിക്കുന്നത് അത് ഇങ്ങനെ
അന്ധവിശ്വാസത്തിന്റെ ഒരു സംഭവം എന്നുള്ളതാണ്. ഭാഗ്യങ്ങൾ കൊണ്ടുവരും. ഭാഗ്യങ്ങൾ മെയിൻ അവിടെ ഭാഗ്യം കൊണ്ട് തന്നെ അതിന് ഇതിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അത് നടക്കണത്. അതിന്റെ അടുക്ക അത് എവിടെ ഭാഗ്യം, പക്ഷെ അതൊരു ഭാഗ്യം ഉണ്ടായിരുന്നു എപ്പോഴേ ചാടിപ്പോയെ. പക്ഷെ അതിന്റെ സംഭവം വെച്ചാൽ ഒരു മൂവ്മെന്റ് ഉണ്ട് അതില്. ഈ മൂവ്മെന്റ് ആണ് പവറാണ് ഈശ്വരൻ എന്നാണ് നമ്മൾ എല്ലാവരും ഇത് ചെയ്യണം. അപ്പൊ ഒരു ഈശ്വര സാന്നിധ്യം ഉണ്ടാവും അവിടെ. എൻ്റെ ഒരു വീടിൻ്റെ അടുത്തുള്ള ആളുടെ രാധു എന്ന് പറഞ്ഞാൽ, രാധാകൃഷ്ണ പേര്, രാധു എന്നുള്ള പേര്. അപ്പൊ രാധു എന്ന് വെച്ചാല് നമ്മൾ ഇതുവരെ കേൾക്കാത്ത സംഭവമായിട്ട് വരുള്ളൂ. കൂടുതലും എന്നെയല്ല രാധുവിന്റെ ലക്ഷ്യം. ഞാൻ വഴി മോഹൻലാല് ഒരു ലിങ്ക് മോഹൻലാലിന്റെ ആളാണല്ലോ. അതെ മോഹൻലാലാണ് രാധു. അപ്പൊ പറഞ്ഞു, എടോ ഒരു ദിവസം രാവിലെ വന്നിട്ട് ചോദിച്ചു, ഗജമുത്ത് ഇരിപ്പുണ്ട്. ഗജമുത്ത് ഞാനിങ്ങനെ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പൊ 1,00,000 ആനയുടെ മസ്തകം അടിച്ച് തകർത്താല് അതിൽ ഒരെണ്ണത്തിന് മാത്രമേ ഈ ഗജമുത്ത് ഉണ്ടാവുള്ളൂ. എന്നെ കാണിച്ചു തന്നു. അത് ഒരു വൃത്തികെട്ട പേപ്പറിലൊക്കെ പോയി നോക്കണം. അപ്പൊ ഞാൻ ഈ ഒരു മാർബിളിന്റെ ഒരു പീസ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് എത്ര രൂപയാണെന്ന് വെച്ചപ്പോ പറഞ്ഞ് 15 കോടി. 15 കോടി. അതാണ് ഈ കീറക്കടലാസിൽ പോയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മോഹൻലാലിന് പറയാം. അപ്പൊ ഷൂട്ടിംഗ് നടപ്പുണ്ടായിരുന്നു. ഞാൻ പുള്ളിയോട് ഇത് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, എന്നോട് പറഞ്ഞു, നമുക്ക് വരുത്തിക്കാല്ലേ. അവർ വേണ്ട, വരുത്തിച്ചാൽ അത് ഞാനിന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വന്നിട്ട് പുള്ളി ഇവിടെ വരുമ്പോ ഇത് കാണാൻ പറഞ്ഞേക്കണം പറഞ്ഞു. അങ്ങനെ ഇടക്കിടക്ക് ഓരോ സാധനമായിട്ട് ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ടുണ്ട്. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്. നമ്മൾ കേൾക്കാത്ത പേരുകളായിക്കുള്ളൂ രാധുറ്റെന്ന് പറയുന്നത്. അതിന്റെ ഗുണം എന്താ? അത് എന്ന് വെച്ചാൽ ഈ ചന്ദ്രകാന്തം ഉണ്ടെങ്കിൽ 4 കെട്ടാണെന്നാ പറയണത്. അങ്ങനെ ഒരു ദിവസം എന്റെ എനിക്ക് പരുന്തുണ്ടായിരുന്നു. പരുന്ത് പോയി. പരുന്ത് അല്ലെങ്കിൽ പോവും. നമ്മൾ എത്രയോ വളർത്തിയായിരിക്കും. ഞാൻ എത്രയോ പരുന്തിനെ വളർത്തിയിട്ടുണ്ട്. പരുന്ത് അവസാനം ആദ്യം ഒരു ദിവസം പോവും, തിരിച്ചു വരും. പിന്നെ പോവും, 2ാമത്തെ ദിവസം തിരിച്ചു വരും. പിന്നെ പോവും, 3ാമത്തെ ദിവസം തിരിച്ചു വരും. പിന്നെ പോവും, വരെയില്ല. കാരണം അതിന് എണ കിട്ടി അത് അതാണ് പോകുന്നത്. ഗോഡ് ഫാദറിൽ ഇന്നസെന്റ് ചേട്ടൻ തിരുവല്ലാമലൊക്കെ പോയില്ല. അതേപോലെ ഇടക്കിടക്ക് ഈ പരുന്ത് പോവും, എണ്ണയെടുത്താണ് പോണത്. പോയി അത് ഇല്ലാണ്ട് വരും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് രാധുരത്തുനിന്ന് അപ്പൊ രാധു പറയും, ഇവിടെ ഒരു സാധനം കിടപ്പുണ്ട് ഇവിടെ, നക്ഷത്രാമ. റയറായിട്ടുള്ള ആമയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ കണ്ടിട്ടില്ല. പത്രത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരാളിപ്പോ ഉണ്ടാവും, ബലം വെച്ചൊരാളിപ്പോ ഉണ്ടാവും, പോലീസുകാരിപ്പോ ഉണ്ടാവും, നക്ഷത്രാമ എടുപ്പുണ്ടാവും. അങ്ങനെ അല്ലാണ്ട് നേരിട്ട് കണ്ടില്ല. അപ്പൊ ഞാൻ ഒന്ന് കാണണം എനിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ കാണിച്ചു തന്നൊരു കൊട്ട എടുത്ത് അങ്ങോട്ട് പൊക്കി മാറ്റിയപ്പോ ഈ അച്ചിങ്ങില്ലേ, ഈ അച്ചിങ്ങ തിന്നിട്ടിരിക്കണ ആമ, ഇങ്ങനെ തിന്നോണ്ടിരിക്കട്ടെ ആമ. അപ്പൊ ഞാൻ 500 രൂപ വാങ്ങിച്ചിട്ട് കിണറ്റിലിടാ എന്ന് വെച്ചിട്ട് മനസ്സിലൊരു കണക്ക് കൂട്ടി. കണക്ക് കൂട്ടി ഞാൻ ചോദിച്ചു, എത്രയും രാധു എന്ന് ചോദിച്ചു. താൻ അതിന്റെ പേരിൽ 25 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. 25 ലക്ഷം രൂപ. അതും സലീം കുമാർ ആയതുകൊണ്ട് അല്ലെങ്കിൽ 10-30 ലക്ഷം രൂപ കൊണ്ടുവരും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ശരി, പക്ഷെ 25 ലക്ഷം രൂപയുടെ സാധനത്തിന് ഈ അച്ചിങ്ങ അല്ലാണ്ട് അല്പം ഒരു വൃത്തിയുള്ള ആഹാരം കൊടുത്തുകൂടി. 25 ലക്ഷം രൂപ ഒരു പോലീസ് എന്നിട്ടാണ് രക്ഷപ്രഭു എന്നിട്ടാണ് അച്ചിങ്ങ തന്നെയാണത്. ഇയാള് വലംപിരി ശംഖ്. അതാ അപ്പൊ ഇയാളാണ്. അപ്പൊ എൻ്റെ അടുത്ത് സംബന്ധിച്ചു വലംപിരി ശംഖ്. ഇത് ഞാൻ ഇത്ര നാള് വന്ന് പറഞ്ഞതല്ല. വലംപിരി ശംഖ് പറഞ്ഞു വാങ്ങിച്ചു വെച്ച സലീമേ. കാരണം കാശ് ഇങ്ങോട്ട് വരും, ഇങ്ങനെ ഒഴുകി വരും. ഇപ്പോഴാണെങ്കിൽ ചുളുവിലക്ക് സാധനം കിട്ടാനുണ്ട്. താനാ എൻ്റെ ഒരു 2.5 രൂപ സാധനം നമുക്ക് വാങ്ങിച്ചെടുക്കാം. 2.5 ലക്ഷം 2.5 ലക്ഷം രൂപ സാധനം വാങ്ങിച്ചെടുക്കാം. ഇപ്പൊ അവരിപ്പോ കൊടുക്കാനായിട്ട് ഇരിക്കണം. ഞാൻ എന്താന്ന് വെച്ച് അവർ കൊടുക്കണത് അല്ല, അയാൾക്ക് ഇത് സാമ്പത്തികമായിട്ട് വന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ സാധനമുള്ള സാമ്പത്തികമായിട്ടാ, അല്ല പൈസയുടെ കുറച്ച് ബുദ്ധിമുട്ട് വളരെ റയറാണ്. അതിന് താല്പര്യമുള്ളവർ വാങ്ങിച്ചു. അതിന് പ്രത്യേക പണം വരുത്താനുള്ള ശക്തിയൊക്കെ ഉണ്ടെങ്കിൽ. ഇതിനിടയിൽ ഇപ്പം ലാലേട്ടന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം. ഖത്തറിൽ എന്റെ കൂടെ പരിപാടി ചെയ്യുന്ന ധർമ്മജൻ പോയിട്ടൊരു പ്രോഗ്രാമിന് പോയിട്ടൊരു സ്കിറ്റ് കളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കമ്മിറ്റിക്കാരൻ ബാക്കിൽ വന്നിട്ട്, ധർമ്മൻ ഈ കളിച്ച സ്കിറ്റ് മോഹൻലാലിനെ കാണിച്ചിട്ടുണ്ടോ? ധർമ്മൻ പറഞ്ഞു, ഇല്ല. കാണിക്കണം കേട്ടോ, ഇതുപോലത്തെ പഴയ സാധനങ്ങളൊക്കെ പുള്ളി നല്ല വിലക്ക് എടുക്കും. ആന്റിക്ക് അത്രയും പഴയ സ്കിറ്റ് കൊണ്ട് കളിച്ചു. എന്തായാലും നമ്മുടെ സ്കിറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി മിമിക്രി കലാകാരന്മാര് റെഡിയായി ഇരിപ്പുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ രസങ്ങളിലേക്ക്. ഇപ്പോ നിങ്ങളൊക്കെ സൃഷ്ടിച്ച ഈ മിമിക്സ് പരേഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ,
അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ തന്നെ വന്നുപോയി. ശരിയാണ്. ഒരുപാട് സ്റ്റേജിൽ സെറ്റപ്പുകൾ, മേക്കപ്പ്, കോസ്റ്റ്യൂംസ്, കളർഫുൾ ഡാൻസുകൾ, ഇതൊക്കെ മിമിക്രിയിലേക്ക് ഇങ്ങനെ പതുക്കെ 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 ആഡപ്പായി. ഇതൊക്കെ ഈ നാടകത്തിനോടാണ് കുറച്ചുകൂടി നാടകത്തിലേക്ക് അടുത്തു. അല്ല, നാടകത്തിന്റെ സ്വാധീനം നമ്മൾ അങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ പോരാ, ഇങ്ങോട്ട് വരേണ്ടതായിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും നാടകത്തിന് നടക്കണം. നാടകത്തിൽ അത് മാത്രമല്ല, നമുക്ക് ആദ്യമേ നമ്മൾ ഈ സിനിമ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, നമ്മൾ എല്ലാ ചാനലിലും എല്ലാ പരിപാടിയിലും എന്തെങ്കിലും ഒരു പെർഫോമൻസ് കഴിഞ്ഞാൽ രണ്ടുപേരിരുന്ന് അതിനെപ്പറ്റി അങ്ങ് പറയുന്ന പരിപാടിയാണ്, നമുക്കത് അത്ര വേണ്ട എന്ന് പറഞ്ഞിരുന്നു. നമ്മളവര് വിമർശിക്കൊന്നുമില്ലായിരുന്നു, നമ്മളൊരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പം ഈ സലിഞ്ചേട്ടൻ ഇതിന്റെ സിനിമയിലുണ്ട്, അതിനിടെ മിമിക്രി ട്രൂപ്പ് തുടങ്ങിയതിന്റെ ഇടയില് ഞങ്ങളുടെ മിമിക്രി ട്രൂപ്പ് സലിഞ്ചേട്ടൻ അവസാനം പിരിച്ചുവിട്ടു. ഞങ്ങളുടെയൊക്കെ നല്ല സ്വഭാവം കൊണ്ടും കൊണ്ടു നടക്കാനുള്ള എളുപ്പം കൊണ്ടും അത് പിരിച്ചുവിട്ടിട്ട് സലിഞ്ചേട്ടൻ നാടക ട്രൂപ്പ് തുടങ്ങി. നാടകം തുടങ്ങി. സിനിമ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് സലിഞ്ചേട്ടൻ നാടക ട്രൂപ്പ് ഉണ്ട്. ആദ്യത്തെ നാടകം എന്ന് വെച്ചാൽ ഒരു ചരിത്ര നാടകമായിരുന്നു. സ്കൂളിൽ പറവൂർ ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചരിത്ര നാടകം അല്ല, ചരിത്ര നാടകമല്ല, സാധാരണ സാമൂഹിക നാടകമാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ചരിത്രം ഞാൻ എങ്ങനെയെങ്കിലും ഒരാളാവുക, കാരണം പാട്ടങ്ങനെ പോരാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആളായിട്ട് അപ്പൊ അഭിനയത്തിലൂടെ ആരുടെ മനസ്സിലുണ്ടല്ലോ ഒരു അല്പം കാലയൊക്കെ പ്രദേശത്തോട് പോയിട്ടുണ്ടെങ്കിൽ 4 പേരുടെ മുമ്പിൽ ഒന്ന് പ്രകടിപ്പിക്കണം എന്ന് അറിയപ്പെടുന്ന ആഗ്രഹം. അപ്പൊ അതിലൊട്ടും വിഭിന്നല്ലായിരുന്നു ഞാൻ. അപ്പൊ ഞാനൊരു നാടകമൊക്കെ തല്ലിക്കൂട്ടി. ഞാൻ എഴുതിയല്ല, വേറെ ഒരു ക്രാമകലത്തിലുള്ള ആള് എഴുതിയ നാടകം സ്കൂളിൽ ചെന്നിട്ട് പിള്ളേരൊക്കെ സംഘടിപ്പിച്ചു. ഷെൽട്ടർ എന്നാണ് നാടകത്തിന്റെ പേര്. ഷെൽട്ടർ. അന്ന് വൃദ്ധനും യുവാവും കളിക്കുന്ന സമയം. ഒരാൾ വൃദ്ധനായിക്കൊള്ളു, ഒരു യുവാവായിരിക്കുള്ളൂ. ഈ വൃദ്ധനായിരിക്കുള്ളൂ ബെസ്റ്റ് ആക്ടർ എന്തായാലും. എന്റെ ഉന്നം മുഴുവൻ വൃദ്ധനാണ്, ബെസ്റ്റ് ആക്ടർ അടിച്ചു മാറ്റാം. അത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. പിള്ളേരെ സംഘടിപ്പിച്ചു. ഇതിന്റെ ഡയറക്ടർ വേണമെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ തന്നെ നിന്നിട്ട് അതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അറിയാൻ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇത് അറിയില്ല. പിള്ളേർക്ക് മനസ്സിലായി ഇത് ഒറ്റ നടക്കും പോണ പ്രശ്നമൊന്നും. ഓരോരുത്തർ ഓരോ ദിവസം ഈ നാടകത്തിൽ അഭിനയിക്കാൻ വരാണ്ടായി, ഇല്ലാണ്ടായി. അവസാനം ഈ ഷെൽട്ടർ എന്ന നാടകവും ഷെൽട്ടർ ഇല്ലാത്ത ഞാനും മാത്രം ആയി. എനിക്ക് തോന്നി ഇത് പിള്ളേര് നമ്മളെ പറ്റിക്കണ എന്നിട്ടാണ് നമ്മുടെ ഫ്രണ്ട്സ്. ഞാൻ ഉപേക്ഷിച്ചു. അപ്പൊ അന്ന് ബോയ്സ് സ്കൂളിൽ 10-15 നാടകങ്ങളൊക്കെ വരും മത്സരത്തിന്. ഒരു മധു എന്ന് പറഞ്ഞൊരു തട്ടാമ്പിടിക്കാരൻ ഒരാളുണ്ട്, കരുമാലൂർ ആലുവൊക്കെ പോണ വഴി. അപ്പൊ അവൻ പേര് കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു. നാടകത്തെ പേര് കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു. അവന് ഒന്ന് പറഞ്ഞു, ഇനി എടുക്കില്ല, ഇവിടെ നാടകം എടുക്കൂല. കാരണം ഇന്നൊക്കെ ഒരു നാടകം തന്നെ കഷ്ടി കളിക്കില്ല സ്കൂളിൽ. അന്ന് 10-15 നാടകം കളിക്കുന്ന ആളുകളുണ്ട്. ഇനി എടുക്കില്ല. അപ്പൊ അവൻ സാറ് പറഞ്ഞു കൊടുത്ത്, ആരെങ്കിലും പേര് കൊടുത്ത ആൾക്കാർ ഇല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു അന്വേഷിച്ചപ്പോ എന്നെ കിട്ടി. ഒരു വെള്ളിയാഴ്ച ഒരു ഉച്ചയപ്പോ എന്നോട് ഒന്ന് പറഞ്ഞ്, നിന്റെ പേരിൽ ഞങ്ങൾ കളിച്ചോട്ടെന്ന് വെച്ചു നാടകം. ഞാൻ പിന്നെ കളിക്കണേ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഒരു റോള് വേണം എന്ന് പറഞ്ഞു. പിന്നെ നായകൻ എന്നുള്ളതൊക്കെ വിട്ട് എന്തായാലും മതി. ബെസ്റ്റ് ആക്ടർ മോഹം വിട്ട്. മോഹൻ പറഞ്ഞ് അത് അവരുടെ നാട്ടിൽ കളിച്ചിരുന്ന നാടകമാണ്. അവരുടെ നാട്ടുകാർ തന്നെ സംഘടിപ്പിച്ചിട്ട് ഈ ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ തന്നെ അവരുടെ നാട്ടിലുണ്ടാവുമല്ലോ, അവർ തന്നെ കളിച്ച നാടകമാണ്. അങ്ങനെ ഇതിനകത്ത് വേഷമൊന്നുമില്ല. വേഷമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് മധു പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞൊരു വേഷം ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. സംഭവത്രേ ഉള്ളൂ, ഒരു വിപ്ലവമായിരുന്ന കോടതി ശിക്ഷിക്കാണ് ഇയാളെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. അതൊരു നാടകം തീരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മധു ചെയ്തിട്ടല്ലോ PC 438 ജഡ്ജി വിളിച്ചിട്ട് ഈ പ്രതിനെയും കൊണ്ട് ഞാൻ സല്യൂട്ട് അടിക്കണം, പ്രതിനെയും വിളിച്ചിട്ട് പോകണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അതായത് എന്റെ മുഖം ഒന്നും കാണിക്കാനില്ല. അപ്പൊ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആളാണ് മേക്കപ്പ് ചെയ്യണം. എല്ലാവരും മൊത്തത്തിൽ ഗവൺമെന്റ് സ്കൂളാണത്, മൊത്തത്തിൽ ഒറ്റ മേക്കപ്പ് മാനുള്ളൂ. അപ്പൊ അയ്യപ്പൻ ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്ന ആരാണ് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കൈവെക്ക്. ഞാൻ വരൂ. അയ്യപ്പൻ ആരാണ് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് വെച്ചാല് ദക്ഷിണ വാങ്ങിക്കാൻ വേണ്ടിയാണ്. അത് നമുക്കറിയില്ല, അത് എനിക്കറിയില്ലായിരുന്നു. അത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് മേക്കപ്പ് വേണ്ടിട്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ എന്തേ ദക്ഷിണ പിന്നെ തിരക്കൊന്നിട്ടിരുന്നു. ആദ്യം മേക്കപ്പ് ചെയ്ത ആളോട് കടം പറഞ്ഞപ്പോ തന്നെ അയ്യപ്പന് തൃക്കണിക്ക് വെച്ച പൂച്ച കൊണ്ടുപോയ
ഇതായി. പിന്നീട് പിൽക്കാലത്ത് എൻ്റെ സുഹൃത്തൊക്കെ ആയിട്ട് മാറി പുള്ളി. അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇതൊക്കെ ഇട്ട് പോലീസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും സല്യൂട്ട് അടിച്ച് കാണിക്കലാണ് മനോരക. എങ്ങനെയുണ്ട്? അവർ ഉഗ്രനായിട്ടുണ്ട്. അന്ന് ഈ ശുദ്ധന്മാരാണല്ലോ, അല്ലാണ്ട് പിള്ളേര് ഒന്നുമില്ലല്ലോ. നാടൻ തുടങ്ങി. അപ്പൊ ഞാൻ കർട്ടൻ്റെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോ അച്ഛനൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ എന്ത് ചെയ്ത് വന്നു, തുടങ്ങി നാടൻ തുടങ്ങി, വിപ്ലവാരനത്ത് വിധിച്ചു. ഇവൻ ഈ മധു മറന്നുപോയി ശരിക്കും. ഇവൻ സ്റ്റേജിന്റെ ബാക്ക് സ്റ്റേജിൽ വന്നപ്പോഴാണ് എന്നെ കാണുന്നത്. വടിയും പിടിച്ച് നിൽക്കുക അറസ്റ്റ് ചെയ്യാനായിട്ട്. മറ്റേ ആളാ ചതിക്കപ്പെട്ടു. നാടകം തീർന്ന് കർട്ടൻ ഇട്ട് കഴിഞ്ഞപ്പോഴും ഞാനും ബാക്കിലേക്ക് കയറാനായിട്ട് ഒരു സാധനം പിടിച്ചേക്കാണ്. അപ്പൊ നമുക്ക് ഞാൻ പകരം ചോദിക്കും, ഇതിന് നിൽക്കാൻ നല്ലൊരു വേഷം അടുത്ത വർഷത്തെ മധു പറഞ്ഞു സങ്കടമിപ്പിക്കുക. മനഃപൂർവ്വമല്ല ഒരു, കാരണം അവർ പിള്ളേരല്ലേ, പഠിച്ചു വെച്ച സാധനം അതായിരുന്നു. അല്ലാണ്ട് എന്നെ കയറ്റാണ്ടിരിക്കണമെന്നൊന്നുമില്ല. അതായിരുന്നു ആദ്യത്തെ അനുഭവം. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് നാടകം എഴുതി. അതിൽ പോലീസുകാരൻ തന്നെ ഇത് പരിഹരിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പോലത്തെ പോലീസുകാരൻ അങ്ങനെ ഒന്നും ആവരുതേ ഇല്ല. ഇതെന്ന് വെച്ചാൽ നല്ല റോളാണ്. ഒരു അഴിമതിക്കാരനായ മന്ത്രി അവിടെ ചേരുന്ന സബ് ഇൻസ്പെക്ടറാണ്. പ്രൊമോഷൻ കിട്ടി. ചെറിയ സബ് ഇൻസ്പെക്ടർ വന്നിട്ട് അദ്ദേഹത്തിന് വീട് സെർച്ച് ചെയ്യാനായിട്ടുള്ള ഇത് ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. ആ നിമിഷമാണ് നാട്ടുകാർക്ക് മനസ്സിലാവണം ഈ മന്ത്രി അഴിമതിക്കാരനാണെന്നുള്ളത്. അങ്ങനെ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. സന്തോഷം, വലിയ റോളാണല്ലോ. ഭയങ്കര ഇതൊക്കെ ഇട്ട്. അപ്പൊ അന്നും നിക്കറാറുള്ളത്. അപ്പം അത് വാറണ്ട് നിന്റെ കയ്യിൽ മറക്കരുത് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വാറണ്ട് വെച്ച് നിക്കറിന്റെ ഇതിലിട്ട് ചിരിയും കളി തമാശയൊക്കെ ആയിട്ട് മേക്കപ്പ് കിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കയറി സ്റ്റേജിൽ കയറി. ഈ വീടൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു മന്ത്രിയോട്. സ്റ്റേജിൽ വന്നു. അപ്പം അതുമാണ് മന്ത്രി. എവിടെ വാറണ്ട് മന്ത്രി ചോദിക്കും. വാറണ്ട് എവിടെ? വാറണ്ട് ഉണ്ട്, പക്ഷെ വീട് സെർച്ച് ചെയ്യണം. നിങ്ങൾ വാറണ്ട് തരൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു പോക്കറ്റ് കൈയിട്ടപ്പോൾ ഒരു സാധനം എൻ്റെ കൈ കിട്ടുന്നില്ല. പക്ഷെ വാറണ്ട് അടിക്കുന്നത് കളിക്കുന്നുണ്ട്. ഈ നിക്കറിന്റെ പാന്റിന്റെ അകത്തെ നിക്കറിലാണ് ഈ വാറണ്ട് എടുക്കുന്നത്. അവിടെ വെച്ച് കൂരിയിട്ട് ഇനി നിക്കർ എടുക്കാൻ ഇത് ഒരു ഇതില്ല, ഒരു രക്ഷയില്ല. എവിടെ ഭയങ്കര ആക്ടറാണ്. എവിടെ പറയൂ, എന്താ ഉറങ്ങി പോയോ തകർക്കണമെന്നിട്ട്. അപ്പോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പന്നി മലത്തുന്ന സംഭവമുണ്ട്. അവസാനത്തെ കാശ് വരുമ്പോഴാണ് ഈ കാശൊക്കെ തീർത്തുന്ന വാച്ച് പണയം വെക്കണ പരിപാടി ഉണ്ട്. ഒരു 100 രൂപ വാച്ച് വരുമ്പോൾ തന്നായെന്ന് പറഞ്ഞിട്ട് ഇതെനിക്ക് പെട്ടെന്ന് കത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, വാച്ചൂരി എൻ്റെ വാച്ചൂരി കൊടുത്തിട്ട് പറഞ്ഞു, ഈ വാച്ച് ഇവിടെ ഇരിക്കട്ടെ, വാറണ്ട് തരുമ്പോ തന്നാ മതി എന്ന് പറഞ്ഞു. മന്ത്രി സമ്മതിച്ചു. സെർച്ച് ചെയ്തു. അത് ഈ വാച്ച് കയ്യിൽ പിടിച്ചിട്ട് ഇയാളുടെ വീട് കയറി സെർച്ച് ചെയ്തു. നിങ്ങൾ കുറ്റക്കാരനാണെന്ന് മനസ്സിലായി. അറസ്റ്റ് ചെയ്തിട്ട് പോയി. ഓടിയത് അംഗീകരിച്ചു വന്നു. അയാൾ വാച്ച് കൊടുത്തിട്ടല്ലേ? അതിനൊരു ചോദ്യം, അയാൾ വാച്ച് കൊടുത്തില്ലേ? സർക്കിൾ വാച്ച് കൊടുത്തില്ലേ? വാറണ്ട് കൊടുക്കുമ്പോ വാച്ചൊക്കെ. പക്ഷെ ഇന്നത്തെ ജനമെങ്കിലും പക്ഷെ അത് സമ്മതിക്കില്ല. അന്നൊക്കെ നമ്മളെ ഒരുപാട് നമ്മളുടെ ഇത്തരം മിസ്റ്റേക്കുകളൊക്കെ അവര്